ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം നെയ്മർ ജൂനിയർ ഇന്ന് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു. സാന്റോസിന് വേണ്ടി വെലോ ക്ലബിനെതിരെയുള്ള മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ഇറങ്ങിയ നെയ്മർ മികച്ച പ്രകടനമാണ് നടത്തിയത്. ഒരു അസിസ്റ്റ് അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് നെയ്മർ കളിക്കളത്തിലേക്ക് വരുന്നത്. അത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്നാൽ കാർലോ ആഞ്ചലോട്ടിയുടെ നിലപാട് എന്താണ്? ഇക്കാര്യം UOL ഒരിക്കൽ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ബ്രസീലിലെ ഒരു കാർണിവലിൽ ആഞ്ചലോട്ടി പങ്കെടുത്തിരുന്നു. അന്ന് അവിടെയുള്ള എല്ലാവരും കാർലോ ആഞ്ചലോട്ടിയോട് ആവശ്യപ്പെട്ടത് നെയ്മർ ജൂനിയറെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നാണ്. അതായത് ആരാധകരിൽ നിന്നും ഒരു പ്രഷർ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിക്ക് നല്ല രൂപത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നെയ്മറെ ഉൾപ്പെടുത്തണം എന്നാണ് ബ്രസീലിയൻ ആരാധകർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ പ്രഷറിനിടയിലും കാർലോ ആഞ്ചലോട്ടി തന്റെ നിലപാട് മാറ്റിയിട്ടില്ല എന്നാണ് UOL കണ്ടെത്തിയിട്ടുള്ളത്. അതായത് കാർലോ ആഞ്ചലോട്ടി തന്റെ അടുത്ത വൃത്തങ്ങളോട് പറഞ്ഞ, അല്ലെങ്കിൽ അടുത്ത ആളുകളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നെയ്മർ ജൂനിയർ തന്റെ ആ ഒരു ഫിസിക്കൽ കണ്ടീഷൻ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ ഹൈ ലെവൽ ഫുട്ബോൾ കളിക്കാൻ കഴിയും എന്നുള്ളത് നെയ്മർ ജൂനിയർ തെളിയിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ വേൾഡ് കപ്പിലേക്ക് അദ്ദേഹത്തെ എടുക്കുകയുള്ളൂ എന്ന ഒരു നിലപാട് കാർലോ ആഞ്ചലോട്ടി വീണ്ടും തന്റെ അടുത്ത ആളുകളോട് വ്യക്തമാക്കി കഴിഞ്ഞു എന്നാണ് ഈ ബ്രസീലിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ആരാധകർ പ്രഷർ ചെലുത്തി എന്ന് കരുതിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ ബ്രസീലിയൻ ടീമിൽ ഉൾപ്പെടുത്താൻ തയ്യാറാവില്ല. മറിച്ച് നെയ്മർ പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ഫിസിക്കൽ കപ്പാസിറ്റിയും പ്രകടന മികവും ഒരിക്കൽ കൂടി നെയ്മർ ജൂനിയർ തെളിയിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് ഈ പരിശീലകൻ അദ്ദേഹത്തെ ടീമിൽ എടുക്കുകയുള്ളൂ എന്ന ആ ഒരു നിലപാടിൽ നിന്നും പരിശീലകൻ ഇപ്പോഴും പിന്മാറിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും നെയ്മർ ഇപ്പോൾ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി പരിക്കുകൾ ഒന്നും പറ്റരുത്, നല്ല രൂപത്തിൽ കളിക്കണം. എന്നാൽ തീർച്ചയായും ആഞ്ചലോട്ടി നെയ്മറെ പരിഗണിച്ചേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ കൊണ്ടും കാണാം.